റെസിപ്പി തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള സ്ഥലം നിങ്ങളുടെ നാട് എവിടെയാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൊള്ളിഷ്ടവും നമ്മുടെ ഇഡ്ഡലിയും കൂടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. കൊള്ളിഷ്ടു തന്നെയാണ്, സ്റ്റ്യൂ അല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രോസൺ കപ്പയാണ് എടുത്തേക്കണേ. നമ്മുടെ ലുലുവിൻ്റെ കപ്പില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. എനിക്കിവിടെ പലതരം കപ്പുകൾ ഫ്രോസൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലുലുവിൻ്റെയാണ്. നല്ല നാടൻ കപ്പയുടെ ടേസ്റ്റാണ് അതിന്. ബാക്കിയുള്ള കൊള്ളികളെല്ലാം കപ്പകളെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ പൊടിച്ചിൽ രസമൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് ടേസ്റ്റ് വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് ലുലുവിൻ്റെയാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അത് 1/2 കിലോ കൊള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പ് ഊറ്റി കളയണം. അതുകൊണ്ട് വേവിക്കല്ല ആദ്യം നമ്മൾ ചെയ്യണം, കപ്പ് ഊറ്റി കളയാന്ന് പറയും. അത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എനിക്ക് അറിയില്ല, അങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരൊറ്റ വിസിൽ. അപ്പോൾ നമുക്ക് കൊള്ളി വേവില്ല ഹൈ ഫ്ലെയിമിൽ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നമ്മുടെ ഇഷ്ടൂലിക്കുള്ള ഇഞ്ചി ചതച്ചെടുക്കണം. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ ഇഞ്ചിയുടെ കുത്ത് അത്യാവശ്യം നമുക്ക് കിട്ടണം. പിന്നെ ഒരു 2 അല്ലി വെള്ളുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കണം. 2 അല്ലി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ 2 അല്ലി കേട്ടോ. ചെറുതാണെങ്കിൽ 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഒരു 3 കഷ്ണം വലിയ ഇഞ്ചി എടുത്തിട്ട് നമുക്ക് ചതച്ചെടുക്കണം. 1/2 കിലോ കപ്പയിലേക്ക് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളോ. ഈ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല, ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാണിക്കാഞ്ഞത്. ഞാൻ അതും കാണിച്ചിട്ട് വീഡിയോ വെറുതെ നിന്നെ നമ്മൾ നീട്ടി വലിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കാണിക്കേണ്ടെന്ന്. ഇഡ്ഡലിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറ. അല്ല, ഈ കറുപ്പൂരാതെ ഞാൻ എങ്ങനെ തട്ട് മൊത്തം പുറത്തേക്ക് എടുത്തേണ്ടാവോ? അതെനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ഇഡ്ഡലി അവിടെ സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മുടെ കൊള്ളി ഒറ്റ വിസിലടിച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ അതിൻ്റെ കപ്പ് അതിൽ ഇതായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ വെള്ളം ഞാൻ എപ്പോഴും ഊറ്റിക്കളയും. പക്ഷേ കൊള്ളി വെന്തിട്ടില്ല കേട്ടോ നമ്മുടെ. ഇനി ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മുടെ കൊള്ളീനെ നമ്മൾ ഇഷ്ടമാക്കാൻ പോണത്. അപ്പോൾ ഇതുവരെ നമ്മുടെ കൊള്ളീനെ ഒന്നും ചെയ്തിട്ടില്ല. ദേ കണ്ട, ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയുക. അത് വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല എപ്പോഴും. എന്നിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ പച്ചമുളക് ഞാൻ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ഇളം എരിവ് നമുക്ക് എന്തായാലും ആവശ്യമാണ് കേട്ടോ ഇതിലേക്ക്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അധികം ആവരുത്, അത് ശ്രദ്ധിച്ചോളൂ. നല്ലോണം ഇഞ്ചി വേണം. ആ ഇഞ്ചിയുടെ കുത്താണ് ഈ ഇഷ്ടൂൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ, മറക്കല്ലേ. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. ഒരു പിടി കറിവേപ്പില അത് കുത്തിപ്പൊറിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുറിച്ച് അതിട്ട് കൊടുക്കുക. അത് കറിവേപ്പില പൊട്ടി മുറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മണം കറക്റ്റായിട്ട് കിട്ടും, വെറുതെ ഇരുന്നേക്കാട്ടിയും. ആവശ്യത്തിലേറെ ഉപ്പ് നല്ല കൊള്ളിയിൽ പിടിക്കുള്ളൂ. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. ഇപ്പുറത്ത് ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു 10-15 മിനിറ്റ്, 10-15 ഒന്നും വേണ്ട കേട്ടോ, 10 മിനിറ്റ് മതി മാക്സിമം ഇഡ്ഡലിയൊക്കെ ആവി വന്നതിന് ശേഷം. അപ്പോൾ ദേ ഇഡ്ഡലി ഞാൻ ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി കുട്ടകത്തിൽ അപ്പുറത്ത് ഇതേ കുക്കറിനെ മൂടി പൊത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതവിടെ വിസിലടിച്ചാൽ അടക്കള മൊത്തം വൃത്തികേടാവും. അപ്പോൾ കുക്കറിൽ കൊള്ളി ഞാൻ ഒരു 2 വിസിൽ മീഡിയത്തിൽ വേവിക്കാറുണ്ട്. ഇപ്പുറത്ത് ഇതേ നമ്മുടെ ചട്നിക്കുള്ള പണി. ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു ഫുഡ് തയ്യാറാക്കാൻ കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ കിഡു ടേസ്റ്റുമാണ്. നമ്മുടെ ചട്നി തയ്യാറാക്കുകയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് 2 പച്ചമുളക്, ഒരു 4 അല്ലി ചുവന്നുള്ളി, ഒരു 1/2 സ്പൂണ് പൊട്ടുകടല ഒക്കെ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കും. ഞങ്ങൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുള്ള കടുക് വറൊക്കെ ചെയ്യാറില്ല. കടുക് ഇങ്ങോട്ട് നമ്മൾ ഒഴിക്കാറുള്ളൂ കേട്ടോ, അങ്ങോട്ട് ഒഴിക്കാറില്ല. അപ്പം അങ്ങോട്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ കർത്താവ്, നമ്മുടെ എനിക്ക് നാമ വരുന്ന ഭാഷയായിട്ടോ ഞാൻ പറയണത്, ശരിക്കുള്ള ഭാഷയാവില്ല. അപ്പോൾ ചിലവർ പറയാറുണ്ട് അങ്ങോട്ടല്ല അങ്ങോട്ട്, അങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചട്നി ഞാൻ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ആ തേങ്ങയിലുള്ള ആ മധുരം ഉണ്ടല്ലോ, അത് ആ ചട്നിയിലേക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു നുള്ളു പഞ്ചസാര ചേർക്കാറുണ്ട്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കട്ടി നല്ല കട്ടിക്ക് ഇരിക്കരുത്, എന്നാൽ ഇത്തിരി ലൂസായിട്ട് ഇരിക്കും വേണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഈ നേരം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ആവി കയറി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എൻ്റെ അപ്പച്ചൻ പണ്ട്, എൻ്റെ വീട് വടക്കാഞ്ചേരി സൈഡാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പണ്ട് എനിക്ക് തട്ടുകടയിൽ നിന്ന് കൊണ്ടു തന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇങ്ങനെ ആ പൊതി ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു സൈഡിൽ കൊള്ളിഷ്ടു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി, ഈ ചട്നി, കുറച്ച് ഉള്ളി ചമ്മന്തി ഉണ്ടാവും. പെട്ട ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ അത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഇഡ്ഡലിക്കും ഇഷ്ടൂനും നല്ല ചൂട് വേണം, എന്നിട്ട് വേണം നിങ്ങളിത് കഴിക്കാനായിട്ട്. ഞാൻ കഴിക്കുന്ന സമയത്തേന് ഇത്തിരി ചൂടാറി, കാരണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതേ ഇഡ്ഡലി ഞാൻ ചൂടാറാനായിട്ട് തട്ടുന്ന മാറ്റാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ കൊള്ളി 2 വിസിലടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക വെള്ളത്തിൽ ഉടക്കണതിൻ്റെ മുന്നേ. അപ്പോൾ നമുക്ക് ഉപ്പില്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ കറക്റ്റാവും. കണ്ടാൽ നല്ല പൊടിഞ്ഞ് വേവണ കൊള്ളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഫ്രഷ് കപ്പ അപ്പം അധികം എടുക്കാറില്ല, ഇപ്പോൾ
അധികം ഞാൻ ഫ്രോസൺ തന്നെയാണ് ഉപയോഗിക്കാറ്. എന്നിട്ട് ഈ വലിയ കപ്പയാകുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഈ എന്ത് ചെയ്യണമെന്നറിയുമെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ, ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. സ്പൂണല്ല, നല്ലൊരു തള്ളകൈയിൽ വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും സെറ്റായിട്ട് വരും. അധികം വറ്റിച്ചെടുക്കേണ്ട നമുക്ക് അതിലെ വെള്ളം, നമുക്ക് അതിൽ ഇത്തിരി കൊഴുപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ടുന്ന മാറ്റിയിട്ട് കൊടുക്കുക എപ്പോഴും അത് മാറ്റിയിടുന്ന പാത്രം ഉണ്ടല്ലോ ഇഡ്ഡലിയുടെ അടിയിൽ ഇത്തിരി നമ്മുടെ കണ്ടോ, ഞാൻ അരിപ്പ പോലത്തെ പാത്രം എടുത്തേക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇഡ്ഡലി ചിലവർ മാറ്റിയിടുന്ന സമയത്ത് ഇത്തിരി കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ ചൂടോട് കൂടി മൂടി വെക്കുമ്പോൾ പി ആയിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ആവി പോകാനായിട്ട് അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ പിച്ചി പറിച്ചിട്ടാൽ മതി, അതുകൊണ്ട് കിട്ടിക്കോളും വേഗം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ വെച്ചിട്ട് സ്പൂണൊക്കെ എടുത്താൽ കൈ കൊണ്ട് പിച്ചി പറിച്ചിടാറ് സാധാരണ പതിവ് ഇതുപോലെ. എന്നിട്ട് അത് ചൂടാറി എൻ്റെ ഇഡ്ഡലി ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുക, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ആ ചൂട് എന്നുള്ള സംഭവം മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ദേ അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലിയും വന്നിട്ടുണ്ട്. കുഞ്ഞു ഇഡ്ഡലി ആട്ടാ, ഈ തട്ടിൽ അങ്ങനത്തെ ഇഡ്ഡലി ഉണ്ടാവുള്ളൂ, കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാവുള്ളൂ. ഇനി അത് നമ്മൾ മൂടി വയ്ക്കാം, അതവിടെ ഒരു സൈഡിൽ മൂടിയിരിക്കട്ടെ. ഇനി നമ്മുടെ ഇപ്പുറത്ത് നമ്മളൊന്ന് ഉള്ളി കാച്ചണം. ഞാൻ അവിടെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പിടി ചുവന്നുള്ളി, ഇതിന് അളവൊന്നും ഇല്ല കേട്ടോ, എന്തോരം ചുവന്നുള്ളി ചേർത്തു അത്രയും നല്ലതാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റമുളകും ചുവന്നുള്ളിയും കൂടി താളിച്ചിട്ട് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് വലിയ എന്താ പറയുക, അൽക്കുലത്തെ പണിയല്ല കേട്ടോ, പെട്ടെന്ന് തീരും. എന്നാൽ കഴിക്കാനോ അപാര ടേസ്റ്റുമാണ്. തള്ളി മറക്കണതല്ല, നിങ്ങൾ തയ്യാറാക്കി നോക്ക്. ഈ ഇഷ്ടുവിൻ്റെ മണം ഉണ്ടല്ലോ, അന്യായ മണം. ഇതിലും അതെ കുറച്ച് പഞ്ചസാര ഇടും ഞാൻ, കാരണം ഈ കൊള്ളിയിലും തേങ്ങയിലും ഒക്കെ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഇവിടുത്തെ നമ്മൾ ഈ ഫ്രോസനും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ആണെങ്കിൽ കൂടി എനിക്ക് ഇവിടെ എന്തോ നാട്ടിലൊരു രുചി തോന്നാറില്ല. അപ്പോൾ എപ്പോഴും ഞാൻ അവരെ നുള്ള് എന്തെപ്പോഴും എനിക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സവോളയാണ് എടുത്തേക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് നല്ലോണം അതിൻ്റെ നമ്മുടെ ആ വേരുള്ള വശം ഉണ്ടല്ലോ, അതിൻ്റെ ആ മുകൾ വശം അത് നല്ലോണം കട്ട് ചെയ്ത് മുറിച്ച് മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ആ വേരിൻ്റെ ആ വശം അതിൽ ഉള്ളിച്ചമ്മന്തിയിൽ പെട്ട 1.5 കാശിന് കൊള്ളില്ല. പിന്നെ അതിൻ്റെ ഉള്ളിയുടെ സ്കിന്നും അത് നമുക്കൊരു 2 ലെയർ മാറ്റി കൊടുക്കണം. നമ്മൾ ഒരു ലെയറൊക്കെ അല്ലേ പൊളിച്ച് കളയുള്ളൂ, 2 ലെയറൊക്കെ മാറ്റി കൊടുക്കണം. ആ ഉള്ളി ക്ലീൻ ചെയ്യലാണ് ഉള്ളിച്ചമ്മന്തിയുടെ ടേസ്റ്റിൻ്റെ മെയിൻ ഇതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ആ ഒരു നമ്മുടെ അതിൻ്റെ ആ തൊലിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് വരുമ്പം ഭയങ്കര കുത്തു കൂടും. കുത്തു കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അല്ലെങ്കിൽ ഈ ഉള്ളി നന്നാക്കലാണ് മെയിൻ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളോ, മറക്കരുത്. എന്നിട്ട് ഈ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക ഇതുപോലെ നല്ല ക്ലീൻ ചെയ്തിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ഉള്ളിയിലേക്ക് 4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ തെറ്റിക്കൊടുക്കുക, ആ ഉള്ളിയുടെ എല്ലാ വസ്തുക്ക് എത്താനേ. അല്ലെങ്കിൽ മിക്സി അടിക്കണ നേരത്ത് മുളക് പൊടി മുകളിൽ ചെതറിയിരിക്കും. അപ്പോൾ ഇതേ ഞാൻ ചമ്മന്തി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് അരക്കരുത് കേട്ടോ. ഉള്ളിയിൽ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ. പിന്നെ ഉള്ളിയുടെ തൊലി ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ എന്താ പറയുക വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഉള്ളി ചമ്മന്തിയുടെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ നിസ്സാരമാണ്, പക്ഷേ ഈ രണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളി ചമ്മന്തി വായ വയ്ക്കുമ്പോൾ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ വായയിൽ വെച്ചങ്ങോട്ട് കത്തി കയറും ഒരു ജാതി ചൊവ്വ. അപ്പോൾ ഇത് രണ്ടും ശരിയായ മാത്രമേ ഉള്ളി ചമ്മന്തി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പണ്ടൊന്നൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കൂടുതലായിരുന്നു, ഇപ്പം കറക്റ്റാവുന്നുണ്ട്. അത് ഈ വെളിച്ചെണ്ണ ഒരു പറ ചേർക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാനൊരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതും പച്ച വെളിച്ചെണ്ണ ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചേർത്തോട്ടോ. കണ്ട ഒഴിച്ചിട്ടോ, ഒരു പേടിയും പേടിക്കേണ്ട, നല്ല വെളിച്ചെണ്ണ വേണം. കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ അപാര ടേസ്റ്റാണ്. ഞാൻ തള്ളി മറിക്കേണ്ടതല്ല, ഈ ഉള്ളി ചമ്മന്തി മതി ശരിക്ക് ഈ ഇഡ്ഡലി തിന്നാൻ, ദോശ തിന്നാനും ഒക്കെ കേട്ടോ. തിന്നാൻ നല്ലല്ലോ പറയാം, കഴിക്കാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടേ അത് അങ്ങനത്തെ ഭാഷ വരണം കേട്ടോ. അപ്പോൾ ഇതേ എപ്പോഴും അടുക്കളയിൽ ഒരു ലോഡ് പണിയുണ്ടാവും. ആ പണി പാത്രം കഴുകുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അത് കഴുകി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ചട്നീനെ കടുക് വറുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതും ഞാൻ കടുക് വറുത്തു, അതിൻ്റെ ഇടയിൽ കൂടെ മറന്നു പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ മധുരം അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഈ കട്ടൻ കാപ്പിയാണ് ഇടണേ കേട്ടോ. കട്ടൻ കാപ്പിയിൽ മധുരം ഇടാതെയാണ് എടുത്തേക്കണത്. കട്ടൻ ചായ വേണ്ടവർക്ക് ചായ എടുക്കാം. ഇതിൻ്റെ കൂടെ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ ആ ഇഷ്ടവും കൊള്ളിയും കഴിക്കുമ്പോൾ ഇഷ്ടവും ഇഡ്ഡലിയും കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നല്ല ചൂടുള്ള ചായയാണ്. കാരണം ആ ഉള്ളിച്ചമ്മന്തിയിലെ എരിവും എല്ലാം കൂടി ആകുമ്പോണ്ടല്ലോ, ആ എരിഞ്ഞിട്ട് ഈ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ എരിവോട് കൂടി കഴിക്കുമ്പോഴുള്ള സുഖം എൻ്റെ സാറേ വേറെ എവിടെയും കിട്ടില്ല. അടിപൊളി, സൂപ്പർ. ഞാൻ തള്ളി മറക്കണതല്ല, ഉണ്ടാക്കി നോക്ക്. ഞാൻ സത്യമായിട്ടാണ് പറയണത് കേട്ടോ. നമ്മുടെ എന്താ പറയുക ഇഡ്ഡലി ചട്ടി ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അതിപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് കൈ കൊണ്ട് കൂട്ടി ഞെരടി തിരുമ്മി കഴിക്കുക. പക്ഷേ എനിക്കത് കാണിക്കാനായിട്ട് എന്തോ മടി പോലെ, ചിലവർക്ക് അത് ഇഷ്ടാവില്ലേ കാണിക്കുമ്പോൾ, ഈ കൈയിട്ട് തിരുമ്പുമ്പോഴൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് എന്തോ ഒരു മടി പോലെ അത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെയൊക്കെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ നല്ല ഡീസൻ്റായിട്ട് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഒരു തുണ്ട്, ഒരു സെൽപ്പ് അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഞാൻ കഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ കൈയിട്ട് കൂട്ടി തിരുമ്മിയിട്ട് കാണിച്ചു തരാൻ എനിക്കെന്തോ മടിയാവണു. ദേ നമ്മുടെ കട്ടൻ കാപ്പി 2 ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. വിജയ ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കഴിക്കാനായിട്ട്. ഇതൊന്ന് ഷൂട്ട് ചെയ്ത്, ഞങ്ങളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ അതാ, ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി, അറ്റാക്ക്. പിന്നെ അതാണ് ഇവിടുത്തെ ഡയലോഗ്, അറ്റാക്ക്. 2 സൈഡിൽ നിന്നും പിന്നെ അറ്റാക്കാണ്. കണ്ടോ, ഇതുപോലെ ഞാനിപ്പോൾ ഇത്തിരി ഡീസൻ്റ് ആയിട്ടാണ് കഴിച്ച് കാണിച്ചു തരുന്നത്. പക്ഷേ ഇതല്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ. 2 പേരുടെ കൈ വിട്ടിട്ട് കൂത്തി ഞെരടി അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.